പാർട്ടുകളായിട്ടാണ് ഡീൽ ചെയ്യുക. ഫസ്റ്റ് വൺ വാട്ടർ സപ്ലൈയും, രണ്ടാമത്തെ എന്താണ് സീവേജ് ഡിസ്പോസലും അല്ലെങ്കിൽ സാനിറ്ററി എഞ്ചിനീയറിംഗിലാണ് നമ്മൾ അടുത്ത ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ. സോ നമുക്കറിയാം എന്തൊക്കെ സീവേജ് വേസ്റ്റുകളാണല്ലേ ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും നമ്മൾ കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വേസ്റ്റ് ഡിസ്പോസൽ അല്ലേ, വേസ്റ്റ് ട്രീറ്റ്മെന്റ്. അതുപോലെ വേസ്റ്റ് ഒരു എന്താ പറയുക, നമുക്ക് എവിടെ കൊണ്ട് കളയണം, എങ്ങനെ ട്രീറ്റ് ചെയ്യണം അല്ലെ. വേസ്റ്റിന്റെ പേരിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെ, പരിസ്ഥിതി പ്രശ്നങ്ങളും മീഡിയ ഡിസ്കഷൻസും അല്ലെ. അങ്ങനെയുള്ളൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക് നമ്മൾ, അതായത് സോഷ്യലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക് തന്നെയാണ് എന്ത് സീവേജ് ട്രീറ്റ്മെന്റ് അല്ലെ. സീവേജ് ഡിസ്പോസൽ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും എൻവയോൺമെന്റൽ പാർട്ടിലും ഈ ഒരു സബ്ജക്റ്റും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഒരു ഓവർസിയർ ലെവലിലേക്ക് വരുമ്പോഴേക്കും നമ്മൾക്ക് ആദ്യം ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട് ഇതിൽ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഓവർസിയർ ലെവൽ എപ്പോഴും എടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓരോന്നും എന്താണെന്നുള്ളത്, സള്ളേജ് എന്താണ്, അതുപോലെ ഗാർബേജ് എന്താണ്, അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഒരു എ ലെവലിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഇതിന് അഡ്വാൻസ്ഡ് പോർഷൻസ് പഠിക്കാനുണ്ടാവും. അത് ട്രീറ്റ്മെന്റുകളും ബിഒഡിയുടെ പ്രോബ്ലംസ് ഒക്കെയാണ് ഒരു എ ലെവലിലൊക്കെ വരിക. സോ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. സാനിറ്ററി എഞ്ചിനീയറിംഗ് അല്ലേ, അതിൽ വരുന്നതാണ് നമുക്ക് സീവേജ് ട്രീറ്റ്മെന്റുകളും എല്ലാം. സോ ഓരോ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, എന്താണ് സീവേജ്? എന്താണ് സീവേജ്? വേസ്റ്റ് കമ്മ്യൂണിറ്റി ആണല്ലേ. വേസ്റ്റ് കമ്മ്യൂണിറ്റി ആണ് എന്ത്? സീവേജ്. എല്ലാ വേസ്റ്റുകളും വരും അല്ലെ, ഡൊമസ്റ്റിക്കിൽ നിന്നുള്ളതും ഇൻഡസ്ട്രിയിൽ നിന്നുള്ളതായ എല്ലാ ലിക്വിഡ് വേസ്റ്റുകളും ഓർഗാനിക്കും ഇനോർഗാനിക്കും എല്ലാം കൂടി ചേർന്നാണ് എന്ത് സീവേജ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സീവേജിൽ 99% എന്തായിരിക്കും? വാട്ടർ ആയിരിക്കും. 0.1% ആയിരിക്കും എന്ത്? സോളിഡ്സ് വരിക. ഓക്കെ, അപ്പോൾ സീവേജിൽ 99% വാട്ടറും 0.1% എന്തായിരിക്കും? സോളിഡ്സും ആയിരിക്കും. സോ ഫസ്റ്റ് ടൈം അതാണ് സീവേജ് അല്ലേ. അതായത് എല്ലാം വരും, ഇൻഡസ്ട്രിയിൽ നിന്നുള്ളതും ഡൊമസ്റ്റിക്കിൽ നിന്നുള്ളതുമായ ഓർഗാനിക്കും ഇനോർഗാനിക്കും ലിക്വിഡ് വേസ്റ്റും എല്ലാം ചേർന്നാണെന്ത്? സീവേജ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ആണ് സാനിറ്ററി സീവേജ്. സാനിറ്ററി സീവേജ് നമുക്ക് പ്രത്യേകിച്ച് ഡെഫിനേഷൻ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ട് അല്ല. അതായത് സാനിറ്ററി അല്ലെ, സാനിറ്റേഷനിൽ നിന്ന് വരുന്ന വേസ്റ്റ്, അതായത് ടോയ്ലറ്റിൽ നിന്ന് വരുന്ന വേസ്റ്റുകളാണ് എന്ത്? സാനിറ്ററി സീവേജ്. ഹൗസ് കണക്ഷൻ ആകാം, എല്ലാ ഇൻഡസ്ട്രിയൽ ഏരിയാസ് അല്ലെ. അതായത് ടോയ്ലറ്റിൽ നിന്ന് വരുന്ന വേസ്റ്റുകളാണ് സാനിറ്ററി സീവേജ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വൺ ആണ് സ്റ്റോം സീവേജ്. സ്റ്റോം സീവേജ് എന്താണ്? അതായത് ലിക്വിഡ് വേസ്റ്റ് ആണ് അല്ലെ. ലിക്വിഡ് വേസ്റ്റ് ആണ് ഇത് സ്റ്റോം സീവേജ്. അതായത് ഏത് ടൈമിലായിരിക്കും സ്റ്റോം സീവേജ് കാണുക? ഡ്യൂറിങ് റെയിനി സീസൺ അല്ലെ. റെയിനി സീസണിൽ വരുന്ന ലിക്വിഡ് വേസ്റ്റുകളാണ് ഇത് സ്റ്റോം സീവേജ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വൺ ആണ് കമ്പൈൻഡ് സീവേജ്. എന്താണ് കമ്പൈൻഡ് സീവേജ്? രണ്ടിന്റെ കോമ്പിനേഷൻ ആയിരിക്കും അല്ലെ. എന്തിന്റെ കോമ്പിനേഷൻ ആയിരിക്കും? സാനിറ്ററി പ്ലസ് സ്റ്റോം സീവേജ്. സാനിറ്ററി സീവേജിന്റെയും സ്റ്റോം സീവേജിന്റെയും കോമ്പിനേഷൻ ആണ് എന്ത്? കമ്പൈൻഡ് സീവേജ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വൺ ആണ് ഡ്രൈ വെതർ ഫ്ലോ. എന്താണ് ഡ്രൈ വെതർ ഫ്ലോ എന്ന് പറഞ്ഞാൽ? ഡ്രൈ വെതർ ഫ്ലോ, ഡ്രൈ ആയിട്ടുള്ള വെതർ അല്ലെ. അതായത് റെയിനി സീസൺ അല്ലാത്ത ടൈം. ഓക്കെ, ഇപ്പോൾ നോൺ റെയിൻഫോൾ ടൈമിലുള്ള എന്തായിരിക്കും? സീവറിൽ കൂടിയുള്ള വേസ്റ്റിന്റെ ഫ്ലോ ആണെന്ത്? ഡ്രൈ വെതർ ഫ്ലോ എന്ന് പറഞ്ഞാൽ. നമുക്ക് ആ പേര് തന്നെ പഠിക്കാമല്ലോ, ഡ്രൈ വെതർ. അതായത് ഡ്രൈ ആയിട്ടുള്ളൊരു ക്ലൈമറ്റിക് കണ്ടീഷൻ. അതായത് ഇപ്പൊ എന്തില്ല? മഴയില്ല അല്ലെ. അപ്പൊ മഴയില്ലാത്ത ടൈമിലുള്ള എന്തായിരിക്കും? വേസ്റ്റിന്റെ ഫ്ലോ ആണെന്ത്? ഡ്രൈ വെതർ ഫ്ലോ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വൺ ആണ് ക്രൂഡ് ഓർ റോ സീവേജ്. എന്തായിരിക്കും ക്രൂഡ് ഓർ റോ സീവേജ് എന്ന് പറഞ്ഞാൽ? ഫ്രഷ് സീവേജിന് വിളിക്കുന്ന പേരാണെന്ത്? ക്രൂഡ് അല്ലെങ്കിൽ റോ സീവേജ്. ഫ്രഷ് സീവേജ്. ഓക്കെ, ഫ്രഷ് സീവേജിന് വിളിക്കുന്ന പേരാണ് ക്രൂഡ് ഓർ റോ സീവേജ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഫസ്റ്റ് വൺ സീവേജ് അല്ല, എന്താണ്? വേസ്റ്റ് കമ്മ്യൂണിറ്റി ആണ് എന്ത്? സീവേജ് എന്ന് പറഞ്ഞാൽ. അതിൽ 99% എന്തായിരിക്കും? ലിക്വിഡ് ആയിരിക്കും. 99.9% ലിക്വിഡ് വേസ്റ്റ് ആയിരിക്കും. 0.1% ആയിരിക്കും സോളിഡ്സ് ആയിരിക്കും. പിന്നെ എന്താണ്? സാനിറ്ററി സീവേജ് അല്ലെ. സാനിറ്റേഷനിൽ നിന്ന് വരുന്ന സീവേജ്, അതാണ് സാനിറ്ററി സീവേജ്. നെക്സ്റ്റ് വൺ എന്താണ്? സ്റ്റോം സീവേജ്. എന്തായിരിക്കും? റെയിനി സീസണിൽ ഉണ്ടാവുന്ന വാട്ടർ ലിക്വിഡ് വേസ്റ്റ് അല്ലെ. അടുത്തത് എന്താണ്?
കമ്പൈൻഡ് സീവേജ്. സാനിറ്ററി പ്ലസ് സ്റ്റോമിന്റെ കോമ്പിനേഷൻ ആണത് കമ്പൈൻഡ് സീവേജ്. നെക്സ്റ്റ് വൺ ആണ് ഡ്രൈ വെതർ ഫ്ലോ. എന്താ ഡ്രൈ വെതർ ഫ്ലോ? നോൺ റെയിൻഫോൾ ടൈമിലുള്ള ലിക്വിഡ് വേസ്റ്റിന്റെ ഫ്ലോ, സോറി ലിക്വിഡ് അല്ല, ഡ്രൈ വേസ്റ്റിന്റെ സീവേജിന്റെ ഫ്ലോ ആണെന്ത് ഡ്രൈ വെതർ ഫ്ലോ എന്ന് പറഞ്ഞാൽ. സോ നെക്സ്റ്റ് വൺ ക്രൂഡ് ഓർ റോ സീവേജ് മീൻസ് ഫ്രഷ് സീവേജ് ആണെന്ത് ക്രൂഡ് ഓർ റോ സീവേജ് എന്ന് പറഞ്ഞാൽ. സോ നെക്സ്റ്റ് ടൈം ആണ് ഗാർബേജ്. ഗാർബേജ് എന്ന് പറഞ്ഞാൽ ഡ്രൈ വേസ്റ്റുകളെ വിളിക്കുന്ന പേരാണെന്ത് ഗാർബേജ്. ഓക്കെ, അതായത് ഡ്രൈ വേസ്റ്റ് ഫ്രം കിച്ചൺ വിച്ച് ഇൻക്ലൂഡ്സ് ഡീക്കേഡ് ഫ്രൂട്ട്സ്, ലീവ്സ്, പേപ്പർ പീസ് ആൻഡ് വെജിറ്റബിൾസ്. ഗാർബേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. ദ ഡ്രൈ വേസ്റ്റ് ഫ്രം കിച്ചൺ വിച്ച് ഇൻക്ലൂഡ് ഡീക്കേഡ് ഫ്രൂട്ട്സ്, ലീവ്സ്, വെജിറ്റബിൾസ്. ഏതാണ് ആൻസർ? ഗാർബേജ് ആണ്. ഗാർബേജ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടൈമാണ് ഗാർബേജ്. നെക്സ്റ്റ് വൺ ആണ് സള്ളേജ്. സള്ളേജും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് ടൈം എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് സള്ളേജ് എന്താന്നുള്ളത്. സള്ളേജ് എന്തായിരിക്കും? വേസ്റ്റ് വാട്ടർ ഫ്രം ബാത്റൂംസ്, കിച്ചൺ, വാഷ് ബേസിൻ. അപ്പോൾ ബാത്റൂംസിൽ നിന്നും കിച്ചണിൽ നിന്നും വാഷ് ബേസിൽ നിന്നൊക്കെയുള്ള വേസ്റ്റ് വാട്ടറിനെ വിളിക്കുന്ന പേരാണത് സള്ളേജ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സള്ളേജ്. നെക്സ്റ്റ് വൺ ആണ് റബ്ബിഷ്. ഓക്കെ, റബ്ബിഷ് എന്ന് പറഞ്ഞാൽ സോളിഡ് വേസ്റ്റുകളാണ്. അതായത് പേപ്പർ ആകാം, ബ്രോക്കൺ ഫർണിച്ചർ ആകാം, പോട്ടറീസ് ആകാം, ബ്രോക്കൺ ബിൽഡിംഗ് പീസസുകളാകാം. അങ്ങനെയുള്ള സോളിഡ് വേസ്റ്റുകളാണ് എന്ത് റബ്ബിഷ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, റബ്ബിഷ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ റോ സീവേജ് അല്ലെങ്കിൽ ക്രൂഡ് സീവേജ് പറഞ്ഞില്ലേ, റോ ഓർ ക്രൂഡ്, അത് ഫ്രഷ് അല്ല, അൺട്രീറ്റഡ് സീവേജുകളെ വിളിക്കുന്ന പേരാണെന്ത് റോ അല്ലെങ്കിൽ ക്രൂഡ് സീവേജ് എന്ന് പറഞ്ഞാൽ. ഫ്രഷ് അല്ല, അൺട്രീറ്റഡ്, ട്രീറ്റ് ചെയ്യാത്ത സീവേജുകളെ വിളിക്കുന്ന പേരാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം.